ലെറ്റ് സ്റ്റഡി. നമുക്ക് എന്ത് ചെയ്യാം? വായിക്കാം. ലെറ്റ് സ്റ്റഡി, നമുക്ക് പഠിക്കാം. The story Keep Your Eyes Open begins with the sentence once upon a time there was a lion. എന്താണ് ഈ കീപ് യുവർ ഐസ് എന്നുള്ള ഈ സ്റ്റോറി തുടങ്ങുന്നത് എന്താണ്? ഒരു സെൻറ്റൻസ് ആണ്. എന്താണ് സെൻറ്റൻസ്? വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ ലയൺ. അല്ലേ? ഡിഫറെൻറ്റ് സ്റ്റോറീസ് മേ ഹാവ് ഡിഫറെൻറ്റ് ബിഗിനിങ്. ഹിയർ ആർ ഫ്യൂ ബിഗിനിങ് ഓഫ് സ്റ്റോറീസ് ഗോ ത്രൂ ദം. എന്താണ് ഇവിടെ? നോക്കൂ, ഇവിടെ ഒരു 1 2 3 4 6 ബിഗിനിങ്സ് ഉണ്ട്. അഥവാ ഡിഫറെൻറ്റ് സ്റ്റോറീസ് ആൻഡ് ഡിഫറെൻറ്റ് ബിഗിനിങ്സ്. അല്ലേ? ഡിഫറെൻറ്റ് സ്റ്റോറീസ് ഹാവ് ഡിഫറെൻറ്റ് ബിഗിനിങ്. അല്ലേ? വ്യത്യസ്തമായ സ്റ്റോറികൾക്ക് വ്യത്യസ്തമായ ബിഗിനിങ് ആയിരിക്കും. അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ സ്റ്റോറികളും ഒരുപോലെ ബിഗിനിങ് ആവില്ല, ഒരുപോലെ എൻഡിങ് ഉണ്ടാവില്ല. വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ തുടക്കവും ഒടുക്കവുമാണ് ഉണ്ടാവുക. നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് പരിചയപ്പെടാം. എ ഫ്യൂ ബിഗിനിങ് ഓഫ് ദി സ്റ്റോറീസ്. സ്റ്റോറീസിലെ വ്യത്യസ്തമായ ഒരു ഫ്യൂ ബിഗിനിങ്സ്, കുറച്ച് തുടക്കങ്ങൾ നോക്കൂ. ഒന്ന്, ഓൺ ദി 20th May in the evening, on the far side of green trees, it was very hot day. One fine day, long ago, there was a desert wind blowing that night. അല്ലേ? വ്യത്യസ്തമായ എന്താണ് ബിഗിനിങ്സ് ആണ്. അല്ലേ? ഇതൊക്കെ നല്ല മനോഹരമായ ബിഗിനിങ്സ്. ഇനി നോക്കൂ, വിച്ച് വൺ ഡു യു തിങ്ക് ഇസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ബിഗിനിങ്? ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയ ബിഗിനിങ്? ഏതാണ്? റീഡ് few folk tales and fable and make collections of beginning of the stories. എന്ത് ചെയ്യുക? ഒരുപാട് ഫോബിൾസ്, ഒരുപാട് കഥകൾ നിങ്ങൾ എന്ത് ചെയ്യുക? വായിക്കുക. എന്നിട്ടോ നല്ല ബിഗിനിങ്സ് കളക്ട് ചെയ്യുക. നല്ല കഥയുടെ തുടക്കങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കളക്ട് ചെയ്യുക. Write the beginning you have collected on the chart and display in your classroom. എന്ത് ചെയ്യുക? നിങ്ങൾ കളക്ട് ചെയ്ത ബിഗിനിങ്സ് അതെന്ത് ചെയ്യുക? നിങ്ങൾ ചാർട്ടിൽ എഴുതിയിട്ട് ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രദർശിപ്പിക്കുക. പിന്നെ ട്രൈ ടു റൈറ്റ് ഫ്യൂ ബിഗിനിങ്സ് ഓഫ് സ്റ്റോറി. എന്ത് ചെയ്യുക? നല്ല കഥയുടെ നല്ല തുടക്കങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഉണ്ടാക്കുക. ട്രൈ ടു റൈറ്റ് ഫ്യൂ ബിഗിനിങ്സ് ഓഫ് സ്റ്റോറീസ്. അല്ലേ? നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലേ? നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ കഴിയും. കഥയുടെ തുടക്കം ഉണ്ടാക്കാൻ കഴിയും. ലോ, ഇത് നോക്കൂ കേട്ടോ, നിങ്ങളൊന്ന് നോക്കി നോക്കൂ, നിങ്ങൾക്കും എന്ത് ചെയ്യാം? ഉണ്ടാക്കാൻ കഴിയും. ഇനി നോക്കൂ, now let us examine the ending of the story. Can you think of different ending the story? Here are 2 different endings and a few more endings in the space provided. എന്താണ് തുടക്കം പോലെ? എന്താണ് തുടക്കം പോലെ ഒടുക്കവും, അല്ലേ? സ്റ്റാർട്ടിങ് പോലെ എൻഡിങ് എന്തുണ്ട്? ഡിഫറെൻ്റ് ആയിരിക്കും. അല്ലേ? കഥയുടെ സ്റ്റാർട്ടിങ് ഡിഫറെൻ്റ് ആയിരിക്കും, എൻഡിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് സ്റ്റോറീസ്, ഡിഫറെൻറ്റ് എൻഡിങ്. ഇത് നോക്കൂ, ഇതിൽ കുറച്ച് എൻഡിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ദ ഫോക്സ് ആൻഡ് അതർ അനിമൽസ് ലീവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. എന്താണ്? ഈ കുറുക്കനും മറ്റുള്ള മൃഗങ്ങളും എന്ത് ചെയ്തു? വളരെ സന്തോഷത്തോടു കൂടി ഇതിന് ശേഷം ജീവിച്ചു. The lion did not ever plan any more trick on others. The lion did not ever play any more trick on others. എന്താവില്ല? ഇനി എന്താവില്ല? സിംഹം ഇതുപോലത്തെ ട്രിക്ക് മറ്റുള്ളവരുടെ അടുത്ത് പ്രയോഗിക്കുകയില്ല. The lion did not ever play any more trick on others. ഇങ്ങനത്തെ പ്ലാൻ എന്താവില്ല ഇനി? ലയൺ പ്രയോഗിക്കുകയില്ല. അപ്പം എന്ത് ചെയ്യുക? ഇതുപോലത്തെ എൻഡിങ് എന്ത് ചെയ്യുക? നിങ്ങൾ വ്യത്യസ്തമായ സ്റ്റോറികളുടെ എൻഡിങ് കണ്ടെത്തിയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ അല്ലേ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എന്തായാലും എഴുതുക. Along with different beginning of the stories you have collected, you have may collect few endings also. എന്ത് ചെയ്യുക? ബിഗിനിങ്ങും കളക്ട് ചെയ്യുക, എൻഡിങ്ങും കളക്ട് ചെയ്യുക. ഓക്കെ അല്ലേ?
അപ്പോൾ നിങ്ങൾ കഥ ശരിക്കും വായിക്കുക, പിന്നെ ഡിഫറെൻ്റ് കഥകളൊക്കെ നിങ്ങൾ വായിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കഥ എങ്ങനെ എഴുതാമെന്നും അത് എങ്ങനെയാണ് കഥയുടെ രീതി എന്നും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നോക്കൂ, എ സ്റ്റോറി ക്യാൻ ബി ഡെവലപ്ഡ് കളക്റ്റീവ്ലി. ലെറ്റ് us participate in the act of developing a story based on the answer to few questions. എന്താണ് നമ്മളിവിടെ ഇനി പറയാൻ പോകുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷേ അത് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് ആ സ്റ്റോറി ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് അത് വായിച്ചിട്ട് എന്ത് ചെയ്യുക, ആ സ്റ്റോറി മനസ്സിലാക്കുക. അഥവാ ഒരു 10th ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ ഉണ്ട്. ഒരു കഥയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കഥയായിട്ട് മനസ്സിലാക്കി ഒരു കഥയായി എഴുതണം. നോക്കൂ, ദ സ്റ്റോറി ഈസ് അബൌട്ട് കിങ് ആൻഡ് ക്വീൻ. വേർ ഡിഡ് ദേ ലിവ്? ആൻസർ, ഇൻ എ കാസ്റ്റിൽ, ഇൻ എ പാലസ്, ഇൻ എ മെൻഷൻ, ഇൻ എ സ്റ്റൈലി ഹോം. അപ്പം എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്, പാലസ് ആയിരിക്കും. പിന്നെ ദ കിങ് ആൻഡ് ദി ക്യൂൻ ഹാഡ് എ ഡോക്ടർ. ദാറ്റ് വാസ് ഹെർ നെയിം. വാട്ട് വാസ് ഹെർ നെയിം? എന്ത് ചെയ്യുക, ഒരുപാട് പേരുകളുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കല്ലേ. ഹൗ ഡിഡ് ഷീ ലുക്ക് ലൈക്ക്? ബ്യൂട്ടിഫുൾ, പ്രെറ്റി, അഗ്ലി. വാട്ട് വാസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പ്രിൻസസ്? ആൾവേസ് സാഡ്, ഹാപ്പി, ഗ്ലൂമി, ലീവ്ലി. അതുപോലെ നോക്കൂ, ഇനി ബാക്കിയുള്ളത് നോക്കൂ. ദ ക്യൂൻ ഓഫേർഡ് സംതിങ് ആസ് റിവാർഡ്. വാട്ട് വാസ് ഇറ്റ്? വാട്ട് ഡിഡ് ദ മ്യൂസിഷ്യൻ പ്ലേ ഓൺ? വാട്ട് ഡിഡ് ദ ഫയറി ആൻഡ് ദി ജോക്കർ ഡു? ദ ജോക്കർ ടോൾഡ് jokes. Did he somersault? There was a young man in the story. What was he? The boy in the story had a pet. What was it? അങ്ങനെ മുഴുവനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വായിക്കണം. വാട്ട് ഹാപ്പൻ വെൻ ദ പ്രിൻസസ് സോ ദ പെറ്റ്? ഹൂ വോൺ ദി പ്രൈസ്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണോ, ഇതൊരു രസകരമായ കഥയാണ്. ആ കഥയുടെ ഒടുക്കം മുതൽ തുടക്കം വരെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്നും അനുയോജ്യമായത് നിങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യണം, ഒരു കഥയുടെ രൂപത്തിലായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. നല്ല ആലോചിച്ച് എന്ത് ചെയ്യണം, ഒരു കഥയായിട്ട് രൂപത്തിലാക്കണം നിങ്ങൾ. നോക്കൂ. Now write a story and give it a suitable title. The beginning of the story is given. എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സ്റ്റോറി എന്ത് ചെയ്യുക, എഴുതിയിട്ട് നോ റൈറ്റ് എ സ്റ്റോറി ആൻഡ് ഗിവ് ഇറ്റ് സൂട്ടബിൾ ടൈറ്റിൽ. ഈ സ്റ്റോറി നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റോറി രൂപത്തിൽ, കഥ രൂപത്തിൽ എഴുതുക. എന്നിട്ടോ നല്ലൊരു ഹെഡിങ് കൊടുക്കുക. ബിഗിനിങ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ കിങ് ആൻഡ് ക്യൂൻ. അല്ലേ? ഹെഡിങ് നിങ്ങൾ കൊടുക്കുക. പിന്നെ എന്തുണ്ട്, ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, തുടക്കം കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും അത് എഴുതുക. അത് ആ ക്വസ്റ്റ്യൻസ് ആൻസർ നോക്കുക, വളരെ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഒരു കഥയാണ്, ആ കഥ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് അത് ഒരു കഥ രൂപത്തിൽ എഴുതുക. നോക്കൂ, എ സ്റ്റോറീസ് ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ. റീറൈറ്റ് ദി സ്റ്റോറി ഇൻ ദി കറക്റ്റ് സീക്വൻസ്. എന്ത് ചെയ്യുക, ഇവിടെ ഒരു കഥയാണ്, വളരെ മനോഹരമായ ഒരു കഥയാണ്. ആ കഥ ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഓർഡറിലായിട്ട് എഴുതണം. Once there lived 3 little pigs. A big bad wolf saw the first and second pigs and decided to make a meal of them. Now the 2 little pigs were terrified and they ran to the third pig house. Even though the pigs tried to hide their house, the wolf blew it down in the midst. The wolf tried to huff and puff the house down but could not, and he died in the attempt. The third pig worked hard all day and built his house strong with bricks. The first and the second pigs were lazy and they built their house very quickly with straw. The 2 little pigs now felt sorry for being so lazy. The 2
built their house with bricks and lived happily ever after. എന്ത് ചെയ്യുക, ഇതാണ് ആ കഥ. അപ്പോൾ ഇത് ജംബിൾഡ് ഓർഡറിലാണ്, ഇത് ശരിക്കുള്ള ഓർഡറിലല്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർഡർ ആക്കിയിട്ട് എഴുതുക കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്, എല്ലാവർക്കും അറിയാം. ആ കഥ എന്ത് ചെയ്യുക, ഓർഡറിലാക്കിയിട്ട് എഴുതുക. നോക്കൂ, നെക്സ്റ്റ് ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദി സ്റ്റോറി ഗിവൺ ബിലോ. അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. ആസ് യു നോ, എന്താണ് അല്ലേ, ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദി സ്റ്റോറി ഗിവൺ ബിലോ. ആ സ്റ്റോറി, താഴെയുള്ള സ്റ്റോറി എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. നോക്കൂ, ലുക്ക് അറ്റ് ദി പിക്ചർ. As we know, one morning a fox was walking through the woods. He was looking for something tasty to eat. Soon his nose picked up a scent of something very sweet. He stood still and sniffed the air. The fox didn't have to wait long to find out what it was. A crow was sitting on the branch of high up in tree, and in its beak was biggest piece of cheese he have never ever seen. അല്ലേ, നമുക്കെല്ലാവർക്കും അറിയുന്ന കഥയാണ്. എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കഥ ഫില്ല് ചെയ്യുക. വളരെ സിമ്പിളായ കഥയാണ് അല്ലേ. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ബാക്കി പൂരിപ്പിക്കുക കേട്ടോ. Look at the cartoon, fill in the bubbles and frame a story. The beginning of the story is given. ആ കാർട്ടൂൺ നോക്കുക, എന്നിട്ടോ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പൂരിപ്പിക്കുക. ഫസ്റ്റത്തെ എന്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Long ago a lion lived in a forest. One day he felt very tired and fell asleep. A mouse came there and started disturbing the lion. Then what was? എന്തായിരിക്കും അല്ലേ. ആ പിക്ചർ നോക്കുക, ലുക്ക് ദിസ് പിക്ചർ ആൻഡ് ഗീവ് എ സ്യൂട്ടബിൾ വേർഡ്സ്. ഓക്കെ, ആ സ്റ്റോറിയാണത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ സ്റ്റോറി ആ കറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എഴുതി കൊടുക്കാൻ കഴിയും. അത് നിങ്ങൾ ഫില്ല് ചെയ്യുക കേട്ടോ. Day passed. One day the lion fell into a trap. He called out for help. Then what happened? Okay. അപ്പോൾ എന്ത് ചെയ്യുക, please fill it as you can possible. Please complete as you can possible. No problem. അപ്പോൾ എല്ലാ വർക്കുകളും ചെയ്യുക. വളരെ സിമ്പിളായ വർക്കുകളാണ്. എല്ലാവരും വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അത് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ.